ഭാഗമാക്കണമെന്ന് ശുപാർശ പറയുന്നത് പോലെയല്ല അവരതിന് യോഗ്യരല്ല. റെസ്പെക്റ്റും മറ്റൊന്ന് ഞങ്ങളുടെ എല്ലാം നെഞ്ച് ചവിട്ടി മാത്രമേ ശബരിമല യുവതികൾ കയറൂ. ആരെങ്കിലും അല്ലാതെ വെള്ളം വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ അത് വീട്ടിൽ വെച്ചാൽ മതി. ശ്രീ രാഹുൽ ഈശ്വർ, ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഭരണഘടനയിൽ ഇതുവരെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും സ്ത്രീ സമത്വം അടക്കമുള്ള കാര്യങ്ങൾ, ലിംഗസമത്വം അടക്കമുള്ള കാര്യങ്ങൾ, ഭരണഘടനാ മൂല്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് രാജ്യത്തെ പരമോന്നത കോടതി ഒരു വിധി പ്രസ്താവിച്ചതിന് പിന്നാലെ നടന്ന വിശ്വാസ പ്രക്ഷോഭങ്ങൾ, അതിന്റെ പേരിലാണ് ഇപ്പോൾ വീണ്ടും ഈ റിവ്യൂ ഹർജി അടക്കമുള്ള കാര്യങ്ങളൊക്കെ വരികയും ചെയ്യുന്നത്. അതന്ന് റിവ്യൂ ഹർജി എടുക്കുന്ന സമയത്ത് തന്നെ 2 ജഡ്ജിമാർ ആ റിവ്യൂ ഹർജി എടുക്കരുത് എന്നൊരു നിലപാട് തന്നെ സ്വീകരിക്കുന്ന സാഹചര്യം പോലും ഉണ്ടായിരുന്നു. ജസ്റ്റിസ് സർബാനം ചന്ദ്രചൂഡ് റിവ്യൂ ഹർജി തള്ളിക്കളയണമെന്ന നിലപാടാണ് സ്വീകരിച്ചത്. വീണ്ടും ഇത് 9-അംഗ ബെഞ്ചിലേക്ക് വരികയാണ്. 5-അംഗ ബെഞ്ച് പരിഗണിക്കുന്ന വിഷയങ്ങൾക്ക് അടിസ്ഥാനമുണ്ടാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ഇന്ന് സർക്കാർ സ്വീകരിച്ച നിലപാട് വിശ്വാസികൾക്ക് അനുകൂലമാണോ എന്നാണ് സർക്കാർ പറയുന്നത്? ശരി, അത് 3 കാര്യങ്ങൾ. ഒന്ന്, ചിരിച്ചതിന് ക്ഷമിക്കണം. ഞാൻ പരമാവധി ചിരിക്കാതിരിക്കാൻ ശ്രമിച്ചു, അതുകൊണ്ട് ചിരിച്ചതിന് ക്ഷമിക്കണം. അത് ആരോടും ഡിസ്റെസ്പെക്ട് അല്ല. ഈ ചുമ്മാ തെള്ളുന്ന കേൾക്കുമ്പോൾ അറിയാതെ ചിരിച്ചു പോയതാണ്. അപ്പൊ അതുകൊണ്ട് സണ്ണി കവിക്കാരനോടും ശ്യാംകുമാറിനോടും സന്ദീപ് ആനന്ദഗിരിയോടും ചോദിച്ചിട്ട് ശബരിമല യുവതികളെ കേട്ടോന്ന് പറയുമ്പോൾ എനിക്കറിയില്ല, അവർ പോലും ചിരിക്കുമായിരിക്കും. ഇത് കേൾക്കുമ്പോൾ സന്ദീപ് ആനന്ദഗിരിയും സണ്ണി കവിക്കാടും ശ്യാംകുമാറും പോലും ചിരിക്കും. ഇങ്ങനെ തള്ളരുതേ എന്ന് അവർ പോലും പറയും. അതുകൊണ്ട് ക്ഷമിക്കണം, അറിയാതെ ചിരിച്ചു പോയത്. രണ്ടാമത്തെ കാര്യം, ഞങ്ങൾ വിശ്വാസികൾക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം അന്നും ഇന്നും എന്നും പറയുന്നുണ്ട്. അല്ല, അത് പ്രതീക്ഷിക്കണ്ട കാര്യം. ഹൈന്ദവ വിശ്വാസത്തിന്റെ ഭാഗമായി നിൽക്കുന്നവരെ ഒന്നും പറയാതെ ഈ വിശ്വാസങ്ങളെ എല്ലാം ഏറ്റവും ഇകഴ്ത്തി കാണിക്കുന്ന, ഇതെല്ലാം തെറ്റാന്ന് പറയുന്നവർ ഈ മതപണ്ഡിതരാണെന്ന് പറയാനുള്ള പശ്ചാത്തലത്തിന്റെ ഒഡാസിറ്റി ഉണ്ടല്ലോ, ആ ഒഡാസിറ്റി ഭയങ്കരമാണ്. ഞാനല്ലല്ലോ, അദ്ദേഹമല്ലേ പറഞ്ഞത്. ഭാഗമാക്കണമെന്ന് ശുപാർശ പറയുന്നത് പോലെയല്ല അവരതിന് യോഗ്യരല്ല. റെസ്പെക്റ്റും മറ്റൊന്ന് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അയ്യോ, അവർ ഞങ്ങളുടെ വിശ്വാസത്തെ എങ്ങനെയാ തീരുമാനിക്കുന്നത്? അല്ലല്ല, ഒരു സെക്കൻഡ് അല്ല മാധു മോറൽ ഹൈഗ്രൗണ്ട് ഒന്നും എടുക്കരുത്. അതായത് ഒരു സെക്കൻഡ്, അഡ്വക്കേറ്റ് ശ്യാംകുമാർ ഹിന്ദു മതവിശ്വാസിയാണോ എന്ന് അദ്ദേഹം പറയുന്നുണ്ടോ? സണ്ണി കവിക്കാട് ഹിന്ദു മതവിശ്വാസിയാണെന്ന് അദ്ദേഹം പറയുന്നുണ്ടോ? ശബരിമല വിശ്വാസിയാണെന്ന് സന്ദീപ് ആനന്ദഗിരി പറയുന്നുണ്ടോ? ഈ 2 വിഭാഗങ്ങളെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. നവോത്ഥാനത്തിന് വേണ്ടി സംസാരിക്കുന്നവരാണല്ലോ, അവരെ ഉൾപ്പെടുത്താമല്ലോ. ഞാൻ ഇനി എന്തെങ്കിലും പറഞ്ഞാൽ ശരി, ഞാൻ സംസാരിച്ചോട്ടെ, അവർ കാര്യമായി സംസാരിച്ചോട്ടെ. എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം, ഞങ്ങളുടെ എല്ലാം നെഞ്ച് ചവിട്ടി മാത്രമേ ശബരിമല യുവതികൾ കയറൂ. ആരെങ്കിലും അല്ലാതെ വെള്ളം വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ അത് വീട്ടിൽ വെച്ചാൽ മതി. ശബരിമല യുവതികൾ കേറില്ല. ആര് തീരുമാനിച്ചാലും എന്ത് തീരുമാനിച്ചാലും എവിടെ തീരുമാനിച്ചാലും ശബരിമല യുവതികൾ കേറില്ല. അത് ഉറപ്പിച്ചുകൊണ്ട് സുപ്രീം കോടതി നിങ്ങളോട് ചോദിക്കുന്ന കാര്യമില്ല, കാരണം സുപ്രീം കോടതി തീരുമാനിച്ചപ്പോ സുപ്രീം കോടതിയെ അതിന്റെ മറുപടി തന്നെ പറയാം. മാധു ഒരു സെക്കൻഡ്. മാധു സുപ്രീം കോടതിയുടെ 5-അംഗ വിധി വന്നിട്ട് മറുഭാഗത്ത് മുഖ്യമന്ത്രി കൊണ്ടുപിടിച്ച് നിന്നിട്ട് 10,000 പോലീസുകാർ നിന്നിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയും സപ്പോർട്ട് ചെയ്യാൻ ഇല്ലാത്ത അവസരത്തിൽ പോരാടി ജയിച്ചവരാണ്. അതുകൊണ്ട് ഞങ്ങളെ ആരും നിയമം പഠിപ്പിക്കണ്ട. ഞങ്ങൾ ആരും ഇല്ലാത്ത സമയത്ത് പോരാടി ജയിച്ചവരാണ്. ഇന്ന് ഇന്ത്യ മുഴുവൻ ഞങ്ങളോടൊപ്പം. ഈ ഫ്രിഞ്ചിന്റെ ആൾക്കാർ മാത്രമേ ബാക്കിയുള്ളൂ. തീരുമാനിക്കേണ്ടതാണ്. അതുകൊണ്ട് ഞാൻ ഉയർന്ന ആശയോടുകൂടി ചോദിച്ചു വന്നത് ശരിയാണ്, സുപ്രീം കോടതി പറഞ്ഞാലോ എന്ന്. പക്ഷെ അതേസമയം തന്നെ ഞാൻ തിരിച്ചറിയുന്നുണ്ട്, ഈ രാജ്യത്തെ നിയമത്തെ ബഹുമാനിക്കുന്ന ഒരു എളിയ പൗരനാണെന്ന് ഞാൻ തിരിച്ചറിയുന്നുണ്ട് നിങ്ങൾക്കതിന് വിലയില്ല എന്ന്. മാധു, നേരെ തിരിച്ചാണ്. പറഞ്ഞു തീർക്കാൻ അനുവദിക്കൂ. ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഞങ്ങളോടൊപ്പമാണ്. ഈ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി ഞങ്ങളോടൊപ്പമാണ്. ഈ രാജ്യത്തിന്റെ വിശ്വാസ സംവിധാനങ്ങൾ ഞങ്ങളോടൊപ്പമാണ്. കാരണം ഞങ്ങൾ പറയുന്ന സത്യമാണ്. യഥാർത്ഥത്തിൽ ഞങ്ങളാണ് ഭരണഘടനയ്ക്ക് വേണ്ടി പോരാടുന്നത്. എതിർപക്ഷം തീവ്ര ഫെമിനിസത്തിന് വേണ്ടിയാണ് പോരാടുന്നത്. ഭരണഘടനയെ അട്ടിമറിക്കാൻ വേണ്ടിയാണ് പോരാടുന്നത്. പറഞ്ഞു തീരട്ടെ മാധു, പറഞ്ഞു തീർക്കട്ടെ. ഒരു പോയിന്റ് പറഞ്ഞോട്ടെ, ഇനി കുറച്ചുകൂടെ പച്ചയ്ക്ക്. ഇപ്പൊ എന്താ അറിയാമോ, ഞാൻ മുമ്പ് മാധു തന്നെ റിപ്പോർട്ടർ ടിവിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എടുത്തു നോക്കിയാൽ മതി. എന്തുകൊണ്ടാണ് ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര ഈ വിധി പുറപ്പെടുവിച്ചതെന്ന് ഞാൻ അഭിലാഷിനോട് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഒന്നുകൂടെ പറഞ്ഞാൽ എനിക്ക് ബാർ കൗൺസിലിൽ നിന്ന് വല്ല ആക്ഷൻ വരും. അന്ന് തന്നെ കോടതി ലക്ഷ്യത്തിൽ നിന്ന് വളരെ തിൻ ലൈനിലാണ് ഞാൻ രക്ഷപ്പെട്ടത്. എനിക്ക് വീണ്ടും അതിലേക്ക് പോകാൻ താല്പര്യമില്ല. എനിക്ക് വീണ്ടും അറസ്റ്റ് രാജ്യത്തെ നിയമവ്യവസ്ഥയെ ബഹുമാനിച്ചാൽ കോടതി ലക്ഷ്യത്തിലേക്ക് പോകേണ്ടി വരില്ല. നിങ്ങൾക്ക് ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷനെയും സുപ്രീം കോടതിയും ഒക്കെ വെല്ലുവിളിച്ചുകൊണ്ട് കോടതി ഒന്നും ചെയ്യാനില്ല. മാധു ഒന്ന് കേൾക്കൂ. മാധു ദയവായി കേൾക്കൂ. ശബരിമല യുവതികൾ കേറില്ല, അങ്ങനെ ഒരു വെള്ളം ആരും വാങ്ങി വെക്കണ്ട. അതിന്റെ കാരണം
ഞങ്ങൾ ആർട്ടിക്കിൾ 25 എന്ന ബാബാ സാഹേബ് അംബേദ്കർ എഴുതിയ ഭരണഘടനയുടെ അടിസ്ഥാന ഫണ്ടമെന്റൽ റൈറ്റിനെ സംരക്ഷിക്കാൻ വേണ്ടി പോരാടുന്നവരാണ്. ആ പോരാട്ടത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ശബരിമലയിൽ എല്ലാ വർഷവും ലക്ഷക്കണക്കിന് സ്ത്രീകളാണ് വരുന്നത്. ശബരിമലയിൽ ഒരു പ്രായ നിയന്ത്രണം മാത്രമാണ് യുവതികൾക്കുള്ളത്. ഞങ്ങളുടെ എതിർപക്ഷത്ത് നിൽക്കുന്ന തീവ്ര ഫെമിനാസികൾ ഇത് മിസ്റെപ്രസെന്റ് ചെയ്ത് ശബരിമലയിൽ സ്ത്രീ വിവേചനമുണ്ടെന്ന് വ്യാജമായി ചിത്രീകരിക്കുന്നവരാണ്. ശബരിമലയിൽ നിന്ന് ആദ്യം അറസ്റ്റ് ചെയ്യപ്പെട്ടത് നമ്മുടെ കോൺഗ്രസിന്റെ അരുൺ പറഞ്ഞതുപോലെ എന്റെ മുത്തശ്ശിയാണ്. എന്റെ മുത്തശ്ശി സ്ത്രീയല്ലേ? എന്റെ അമ്മയാണ് രണ്ടാമത് അറസ്റ്റ് ചെയ്യപ്പെട്ട അമ്മ സ്ത്രീയല്ലേ? മൂന്നാമത് കോൺഗ്രസ് നേതാവായ പ്രയാഗ് ഗോപാലകൃഷ്ണൻ സാറാണ്. പിന്നീട് ഞാനുമാണ്. പ്രായമായതുകൊണ്ട് അവരെ വിട്ടു. പിന്നീട് ഞാനാണ് ജയിലിൽ പോയത്. അപ്പം ഞങ്ങൾക്കെല്ലാം ഈ വിഷയം അറിയാം. പക്ഷേ ഈ വിഷയത്തെ ബോധപൂർവ്വം മിസ്റെപ്രസെന്റ് ചെയ്ത് ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രശ്നമുണ്ടെന്ന് ചിത്രീകരിച്ച ചിലരാണ് ഈ പ്രശ്നത്തിന്റെ അടിസ്ഥാന കാരണം. അതോടൊപ്പം അങ്ങനെ ആരെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ പോയി പറയുമ്പോൾ അത് കേട്ട് ആ വഴിക്ക് വിധി പറയുന്നതല്ല രാജ്യത്തെ സുപ്രീം കോടതി എന്നാണ് എന്റെ വിശ്വാസം. അങ്ങ് തുടർച്ചയായി അങ്ങനെ ഇതിനെ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് അത് ആ നിലയ്ക്ക് സംഭവിക്കുന്നതല്ല. അവിടെ സുപ്രീം കോടതി വിധിയുണ്ട്, അത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ആ വിധി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ റിവ്യൂ ഹർജി ഫയലിൽ സ്വീകരിച്ചെന്നൊരു കാര്യം മാത്രമാണ് അവിടെ നിൽക്കുന്നത്. അതിനിടയിൽ സമയമുണ്ടായിരുന്നു. ആ സമയത്ത് ഇവിടെ വിശ്വാസ പ്രഖ്യാപനവും പ്രക്ഷോഭവും നടന്നു, നാമജപഘോഷയാത്ര നടന്നു. അത് നടപ്പിലാക്കാൻ അനുവദിക്കപ്പെട്ടില്ല എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. ശരി, ഞാൻ അങ്ങനെയൊക്കെ വരാം. ശ്രീ ജയചന്ദ്രൻ, സർക്കാർ യു ടേൺ അടിച്ചിട്ടില്ല, സർക്കാർ തിരിഞ്ഞു നടന്നിട്ടില്ല, സർക്കാർ ഒരു നിലപാട് വെക്കാനുള്ള അവസരം തരൂ. അങ്ങ് നിരന്തരമായി തരുന്നില്ലല്ലോ. ഒരു നിലപാട്, ഒരു വരി പറയാൻ, ഒരു വരി പറയുന്നത് കേൾക്കൂ, ഒരു വരി പറയുന്നത് കേൾക്കൂ, ഒറ്റ വരി എടുക്കൂ. ശബരിമല വിശ്വാസികളുടെ ഒരേ ഒരു നിലപാടേ ഉള്ളൂ. ഞങ്ങളുടെ ആർട്ടിക്കിൾ 25 26 ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്. ഞങ്ങൾക്കത് പ്രൊട്ടക്ട് ചെയ്ത് കിട്ടണം. ആ പ്രൊട്ടക്ട് ചെയ്ത് കിട്ടുന്നതിൽ ഒന്നെങ്കിൽ കോടതി വഴി, അല്ലെങ്കിൽ ഓർഡിനൻസ് വഴി, അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിനെ അടക്കം സമീപിച്ച് ജല്ലിക്കെട്ട് പോലെ ഒരു ഓർഡിനൻസ് വഴി ഞങ്ങൾ ഇതിനെ രക്ഷിച്ചെടുക്കും. അതുകൊണ്ട് ഞങ്ങൾക്ക് ശബരിമലയെ രക്ഷിക്കുന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. കാര്യം ഞങ്ങൾ യഥാർത്ഥ വിശ്വാസികളാണ്, കപട വിശ്വാസികളല്ല. ഞങ്ങൾ വിശ്വാസികൾക്ക് ഈ വിഷയത്തിൽ യാതൊരു ക്ലാരിറ്റി കുറവുമില്ല. ഒന്നെങ്കിൽ സുപ്രീം കോടതി വഴി, അല്ലെങ്കിൽ ഓർഡിനൻസ് വഴി. ഞങ്ങൾ ഈ വിഷയം ജയിച്ചിട്ടേ ഞങ്ങൾ തിരിച്ചു പിൻവാങ്ങും. രണ്ടാണ് എന്ന്. അപ്പോ ആ നിലയ്ക്ക് ഏത്തിസ്റ്റുകളായ, ആ നിലയ്ക്ക് വിശ്വാസമില്ലാത്ത, ആക്ടിവിസം മാത്രമുള്ള ആളുകൾ ചെന്നാണ് ഈ കണ്ട പ്രശ്നങ്ങളും പ്രക്ഷോഭങ്ങൾക്കും മുഴുവൻ കാരണമായത് എന്നുള്ളതാണ് കോൺഗ്രസിന്റെ വാദം. അദ്ദേഹത്തിന് കോൺഗ്രസിന്റെ ചരിത്രം തന്നെ വലിയ ബോധ്യമുള്ള ആളല്ലാന്ന് തോന്നുന്നു. കേരളത്തില് കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഈ ഗുരുവായൂർ ക്ഷേത്ര പ്രവേശനവുമായി ബന്ധപ്പെട്ട് നടന്ന അതിൻ്റെ നേതാക്കന്മാരൊക്കെ ആരായിരുന്നുവെന്ന് അദ്ദേഹം ചെറുതായിട്ടൊന്ന് പോയിട്ട് ചരിത്രം പരിശോധിച്ചാൽ നന്നാവും. അപ്പം നമുക്കറിയാം, കേളപ്പനും AKGയും B കൃഷ്ണപിള്ളയും ഒന്നും ഈ പറയുന്ന വിശ്വാസികളായ ആളുകളായിരുന്നില്ല. പിന്നെ മുട്ടിന് ഞാനെവിടെയും ഡിക്ലെയർ ചെയ്തിട്ടില്ല ഞാനൊരു ഏത്തിസ്റ്റാണ് എന്നൊന്നും. ഞാൻ എൻ്റെയും ഫേസ്ബുക്കിലോ എവിടെയും ഞാനൊരു റാഷണലായ ആളാണ്. എല്ലാ മതങ്ങളെയും അവരുടെ വിശ്വാസങ്ങളെയും ഒന്നും ഡിസ്റെസ്പെക്ട് ചെയ്യുന്ന ആളൊന്നുമല്ല. പക്ഷേ മനസ്സിലാക്കേണ്ടത്, ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് ഒരു സെക്കുലറായ ഭരണഘടനയാണ്. ഈ സെക്കുലറായ ഭരണഘടന നിൽക്കുമ്പോഴാണ് അപ്പുറത്ത് ചില ആളുകൾ പറയുന്നത് പ്രൈം മിനിസ്റ്റർ ഞങ്ങളുടെ കൂടെയാണ്, മറ്റേവർ ഞങ്ങളുടെ കൂടെയാണ്. ആരെവിടെ ആയിക്കോട്ടെ, ഇവിടെ ഇന്ത്യൻ ഭരണഘടനയാണ് എല്ലാത്തിനും മുകളിലെന്ന് പോലും ആളുകൾ മനസ്സിലാക്കുന്നില്ല. ഞങ്ങൾ എന്ന് പറയുന്നുണ്ട്. ഞങ്ങളെ മേലെ ചവിട്ടിയിട്ടേ കയറാൻ പറ്റുള്ളൂ. ഞാൻ കയറിയ സമയത്ത് അവിടെ കയറ്റാൻ ഈ പറയുന്ന ആളുകൾ ഒന്നും ഞാൻ അവിടെ കണ്ടില്ല. അപ്പോൾ നിരവധി 52 പേര് കയറിയെന്ന് സ്റ്റേറ്റ് തന്നെ ഇവിടെ പറയുണ്ടായി. മനസ്സിലാക്കേണ്ടത് അന്തസ്സോടെ ജീവിക്കുവാനുള്ള അവകാശം തരുന്ന നുഴഞ്ഞോ അത് ഇതാണ് ഇന്ത്യൻ നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുന്ന എന്താണ് പ്രശ്നം? ഇതാ അല്ല, വളരെ മോശമാണ്. രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന രാഹുൽ മാധു അറിയണം, ഇവർ ട്രാൻസ്ജെൻഡേഴ്സ് ആണെന്ന് പറഞ്ഞാണ് കേട്ടിയത്. അല്ല, ഒരു സെക്കൻഡ്, അല്ലല്ല മാധു, ഒരു സെക്കൻഡ്. ഇത് ആരോട് പറഞ്ഞു? ഇതൊക്കെ വളരെ അവാസ്തവമാണ്. ഇതൊക്കെ വളരെ അവാസ്തവമാണ്. പറഞ്ഞിട്ടില്ല എന്ന് അവർ പറയുമ്പോൾ നിങ്ങൾക്ക് അത്ര ഇതൊക്കെ അവാസ്തവമാണ്. മാധു അറിഞ്ഞിരിക്കണം.
അവാസ്തവമാണ്. രാഹുൽ ഈശ്വറിനെ പോലെയുള്ള ഒരാൾ വന്നിരുന്നു പറയുകയാണ് ആണും പെണ്ണും കെട്ടവർ. എത്ര മോശപ്പെട്ട, എത്ര അന്തസ്സില്ലാത്ത പ്രയോഗമാണ്. ഇവിടെ എല്ലാ മനുഷ്യർക്കും സംസ്കാരം എന്താണ്? എല്ലാ മനുഷ്യരുടെയും ജെൻഡറിനെ റെസ്പെക്ട് ചെയ്യേണ്ടതുണ്ട്. രാഹുൽ ഈശ്വർ അറ്റ്ലീസ്റ്റ് പോലീസുകാർ അങ്ങനെ പലതും പറഞ്ഞിട്ടുണ്ടാവാം. ഞങ്ങൾ എന്താണ് ചെയ്യുന്നത് ഞങ്ങൾക്കാണ് അറിയുന്നത്. രാഹുൽ ഈശ്വര, താങ്കൾ അറ്റ്ലീസ്റ്റ് മനുഷ്യരായി എല്ലാ ജെൻഡറിലുള്ള മനുഷ്യരെ പറ്റിച്ചു. താങ്കൾ മാധു അറിഞ്ഞിരിക്കണം. ചുമ്മാ തെള്ളല്ലേ ബിന്ദുമണി, ചുമ്മാ തെള്ളല്ലേ. രാത്രി പോലീസുകാർ കള്ളം പറഞ്ഞാണ് ഇവരെ കയറ്റിയത്. പുരുഷന്മാരെ എങ്ങനെ സംബോധന ചെയ്യണമെന്നൊക്കെ നാട്ടിൽ മറ്റുള്ളവരെ മനുഷ്യരെ ബഹുമാനിക്കുന്ന ആളുകൾ ഉപയോഗിക്കുന്ന വാക്കുകളുണ്ട്. അങ്ങ് ഉപയോഗിച്ച വാക്ക് ഞാൻ ചർച്ചയിൽ ആവർത്തിക്കില്ല. ആ നിലയ്ക്ക് സംസാരിച്ചു പോകാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത്. പോലീസുകാരാണ് പറഞ്ഞത്. അങ്ങാണ് ഈ ചർച്ചയിൽ ഉപയോഗിച്ചത്. ഉപയോഗിച്ചിട്ടുണ്ടാവില്ല. ആ നിലയ്ക്ക് പറ്റില്ല. മാധു പോലീസുകാർ പറഞ്ഞതാണ്, രാഹുൽ ഈശ്വർ പറഞ്ഞതല്ല. നമ്മൾ മനുഷ്യർക്ക്, അവർ ദളിതരോ ആദിവാസികളോ ട്രാൻസ്ജെൻഡറോ ട്രാൻസ് വുമനോ ആരോ ആയിക്കോട്ടെ, ഞങ്ങൾ മനുഷ്യരാണ്. ഞങ്ങളെ മനുഷ്യരായി കാണൂ താങ്കൾ ആദ്യം. മറ്റുള്ള മനുഷ്യർക്ക് മ്യൂച്വൽ റെസ്പെക്ട്. താങ്കൾക്ക് ഇല്ലാത്ത രണ്ട് കാര്യങ്ങളാണ് മ്യൂച്വൽ റെസ്പെക്ട്. ഞങ്ങൾക്കും അന്തസ്സുണ്ട്. ദയവായിട്ട് അത് ഞങ്ങളെ മാനിക്കൂ. ഞങ്ങളെല്ലാം നിങ്ങളെ പോലെ തന്നെ ഞങ്ങൾക്കും അന്തസ്സുണ്ട്. ഞാൻ മ്യൂച്വൽ റെസ്പെക്ട് സംസാരിക്കുന്ന ആളുകളോട് ചർച്ചയിൽ പോലും വളരെ ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത് കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പൊ ഇവിടെ പറഞ്ഞു വരുന്നത് വളരെ മോശപ്പെട്ട രീതിയിലേക്ക് ഈ വിഷയത്തെ കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധികൾ വന്ന് പറയുന്നത് ഞങ്ങളുടെ നിലപാടിലേക്ക് വന്നു എന്നുള്ളതാണ്. അതല്ലാതെ എന്താണ് നിലപാട് ഈ വിഷയത്തിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾക്ക് എന്താണ് നിലപാട്? ഞങ്ങൾ ഭരണഘടനയെ അംഗീകരിക്കുന്നവരാണോ? ഞങ്ങൾ സ്ത്രീകളുടെ അന്തസ്സിനെ മാനിക്കുന്നവരാണോ എന്ന് പറയാൻ ഇന്ന് ഇതുവരെ കോൺഗ്രസ് പറയുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ കേട്ടില്ല.